ഇന്നൊരു മധുരമായാലോ? ഇന്ന് നമുക്കൊരു പായസം ഉണ്ടാക്കാം. ഞാൻ അതിന് വേണ്ടി മമ്പയർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി കുതിർത്ത് വെച്ചതാണ്. ഇപ്പം നന്നായി വാഷ് ചെയ്ത് വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ ഇട്ട് കൊടുത്ത് ഈ മമ്പയർ ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തേക്കുക. അങ്ങനെ ഒന്നാം പാലും രണ്ടാം പാലും ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി പായസം ഉണ്ടാക്കാൻ ശർക്കര ഉരുക്കി വെക്കണം. ശർക്കര ഞാനിവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഒരു 8 ക്യൂബ്സോളം ശർക്കര എടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ വെല്ലം എന്ന് പറയും ശർക്കരക്ക്. അപ്പം അതവിടെ മാറ്റി വെക്കുക. ഇനി പായസത്തിൻ്റെ മമ്പയറൊക്കെ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായി ഈ പാത്രത്തിൽ നിന്ന് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോഴാണ് മമ്പയർ പായസത്തിന് നല്ലൊരു രുചിയൊക്കെ കിട്ടുക. ഇനി നമുക്കിതിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കണം. ഇതൊന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. പണ്ടൊക്കെ വീട്ടിൽ എപ്പോഴും മമ്പയർ പായസമൊക്കെ ഉണ്ടാക്കൂലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പായസം കഴിക്കാൻ. ഇപ്പം നമ്മുടെ മമ്പയറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാൻ അധികം മധുരം ചേർക്കത്തില്ല. ഒരു ചെറിയ മധുരമേ ആവശ്യമുള്ളൂ. ചില ആൾക്കാർക്ക് നല്ല മധുരം വേണം. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് നമ്മൾ ശർക്കര ഒഴിച്ചു കൊടുക്കുക. ശർക്കര ചേർക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ചിലർക്ക് മധുരം അധികം വേണ്ടി വരില്ല, ചിലർക്ക് നല്ല മധുരം വേണം. ഇനി ഈ ശർക്കര ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് തിളക്കണം. ഈ ശർക്കരയും മമ്പയറും ഒക്കെ ഒന്ന് നന്നായിട്ട് മമ്പയറിൽ പിടിച്ച് വരണം. അതുവരെ ഒന്ന് തിളപ്പിക്കണം ഇതുപോലെ. അതിന് ശേഷം നമുക്ക് 1 സ്പൂൺ നെയ്യ് ഞാൻ ഇതിലോട്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ജസ്റ്റ് ഈ പായസം ഒന്ന് കുറുകി വന്നാൽ നമുക്കിതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളെ വീട്ടിൽ ഇതുപോലെ മമ്പയർ പായസമൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഇപ്പോൾ കുറച്ച് സമയമായി ഞാൻ ശർക്കരയും ഈ മമ്പയറൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ്. ഈ മമ്പയർ പായസം നല്ല കൊഴുപ്പ് കാണും. അപ്പം രണ്ടാം പാലും കുറച്ച് ലൂസായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. പായസം ഇങ്ങനെ കൈവിടാതെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഇതിലോട്ട് 2 ഏലക്കായ് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് പഞ്ചസാര മിക്സിയിലിട്ട് ഏലക്കായും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചതച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പം നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചിട്ടിപ്പം മമ്പയർ പായസം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം.
ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കണ്ട, എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ ഇതൊരു ചെറിയ തിള വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ തേങ്ങാക്കൊത്ത് ഇതൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ അതൊന്നും ഇവിടെ ചേർത്തിട്ടില്ല, കാരണം കുട്ടികൾക്ക് അതൊന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാനതൊന്നും ചേർക്കാറില്ല. ഇനി ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഒരു ചെറിയ തിള വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു പിഞ്ച് സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പായസം ഇവിടെ ചെറിയൊരു തിള വന്നിട്ടുണ്ട്. ഇനി തിളക്കണ്ട, ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ മമ്പയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പായസം ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുവാണേ. നേരത്തെ പായസം ഇത്ര കുറുകിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം കുറച്ച് സമയം മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ പായസം പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നല്ല കുറുകി സെറ്റായി വന്നിട്ടുണ്ട് പായസം. അപ്പോൾ ഈ മമ്പയർ പായസം എല്ലാവരും നിങ്ങളൊന്ന് വെച്ച് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവരും വീട്ടിൽ പായസമൊക്കെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവർക്കും ബായ്.